ഒന്നും മറന്നിട്ടില്ല സഖാവേ, ഇനി അങ്ങോട്ട് മറക്കാനും പോകുന്നില്ല. ഒരുപക്ഷെ പിണറായി വിജയന്റെയും കൂട്ടരുടെയും കക്കലും കയ്യിട്ടുവാരലും കൊള്ളയടിക്കലും കണ്ട് ശബരിമല അയ്യപ്പൻ ഇങ്ങനെ പറഞ്ഞ് ശപിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ 9 വർഷത്തിലില്ലാത്ത പുകലുകൾ എങ്ങനെയാണ് CPM-നെയും സാക്ഷാൽ മുഖ്യമന്ത്രിയെയും വേട്ടയാടിക്കൊണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്? എന്നാൽ കിട്ടിയ അവസരം കോൺഗ്രസിന്റെ ഓരോ നേതാക്കളും കൃത്യമായി വിനിയോഗിക്കുകയാണ്. ഇവിടെ കുരുക്ക് കൊള്ളിച്ച് പിണറായി എന്ന മുഖ്യന്റെ കസേര ഇളക്കുന്ന പ്രഖ്യാപനമാണ് മുരളീധരൻ നടത്തുന്നത്. കഴിഞ്ഞ നിയമസഭയിൽ ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞനം കുത്തുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ പറ്റി. തന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന MLA-മാരുടെ ചോദ്യത്തിനും പ്രതിഷേധത്തിനും മറുപടിയായി പറഞ്ഞത് തികഞ്ഞ ബോഡി ഷേമിംഗ് ആയിരുന്നു. 8 അണ അട്ടിവെച്ചതുപോലെ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ. അതും ഏറ്റുപിടിച്ച് സഭയുടെ ഡെസ്കിൽ കൈയടിച്ച് ആഘോഷിക്കുന്ന കുറെ മന്ത്രിമാരും. അവർക്കൊക്കെ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത് എന്ന് മുരളീധരനേക്കാൾ നന്നായിട്ട് അറിയാവുന്ന മറ്റൊരു നേതാവില്ല. എന്തായാലും വലിയ വിശ്വാസ സംരക്ഷകരായ BJP പോലും ചെയ്യാൻ മറന്ന കാര്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന്റെ KPCC ഏറ്റെടുത്ത് ചെയ്യുകയാണ്. അതും ദേശീയ നേതാവിനെ വരെ ഇറക്കിക്കൊണ്ടുള്ള വലിയ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വേട്ടക്കിറങ്ങുന്നത്. അവിടെയാണ് മുരളീധരൻ കസറിയതും. ഒരു കാര്യം അടിവരയിട്ട് പറയുന്നത്, നമ്മുടെ കിണ്ടി വാസുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഈ ചാപ്റ്റർ അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിനെ കിണ്ടി വാസു എന്ന് വിളിക്കാൻ കാരണം കോവിഡ് കാലത്ത് ശബരിമലയിലെ ഈ ഖജനാവിൽ കാശില്ലാത്തപ്പോൾ കിണ്ടി വിറ്റ് വരുമാനം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അന്ന് മുതൽക്ക് കിണ്ടി വാസു എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആ കിണ്ടി വാസുവിനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ, അദ്ദേഹത്തിനോടൊപ്പമുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യണം. അതിന് മുമ്പുണ്ടായിരുന്ന ഭരണസമിതി അറസ്റ്റ് ചെയ്യണം. ഇപ്പോൾ കാലാവധി തീർന്ന പ്രശാന്തിൻ്റെ ഭരണസമിതിയെ അറസ്റ്റ് ചെയ്യണം. ഇതിനെല്ലാം പുറമെ നമ്മുടെ വാസവൻ രാജിവെക്കണം. കടകംപള്ളിയിനെയും വാസവനെയും അകത്താക്കണം. അതുവരെ ഈ സമരം മുന്നോട്ട് പോകും. ഇവിടെ ഉദ്ഘാടനം പറഞ്ഞൊരു പോയിന്റ് ഞാൻ ഊന്നി പറയാം. ഈ വിശ്വാസികളല്ലാത്തവരെന്തിനാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്? ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് മുൻ മുഖ്യമന്ത്രി ശ്രീ C. അച്യുതമേനോൻ. അച്യുതമേനോൻ ഒരിക്കൽ പാർട്ടി യോഗത്തിൽ ചോദിച്ചു അത്രേ, നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ, നമ്മൾ വിശ്വാസികളല്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മുടെ പാർട്ടി ദേവസ്വം ബോർഡിൽ അംഗങ്ങളാവുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മന്ത്രി രാജു ഉണ്ടല്ലോ, പഴയ മന്ത്രി, അദ്ദേഹം നിയമസഭയിൽ അംഗമായിരുന്നപ്പോൾ 2 തവണ ഞാനും അംഗമായി. 2 തവണയും അദ്ദേഹം നിയമസഭയിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തത് സഗൗരവമാണ്. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതും സഗൗരവം. ഇനിയാണ് നാളെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവനാമത്തിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? MLA ആവുമ്പോൾ സഗൗരവം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമ്പോൾ ദൈവനാമം. അപ്പം തന്നെ കളലക്ഷണം. അതാണ് പറയുന്നത്, ഭക്തന്മാരല്ലാത്തവർ വന്നാൽ കൈയിട്ട് വാരും. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പം നടക്കുന്ന സംഭവങ്ങളൊക്കെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് മതത്തിൽപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ സ്വത്തിൽ കൈവച്ചോ അതിൻ്റെ തിരിച്ചടി കിട്ടും. അത് കക്കുന്നതനുസരിച്ചായിരിക്കും ശിക്ഷ കിട്ടുക. അല്ലറ ചില്ലറയൊക്കെ കട്ട് കഴിഞ്ഞാൽ കൈക്കോ കാലിനോ പരിക്ക് പറ്റും. കൂടുതൽ കട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കാഴ്ചശക്തി പോവും. വല്ലാതെ കട്ട് കഴിഞ്ഞാൽ ചിത്തഭ്രമം പ്രാപിക്കും. എനിക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചില സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ഇത് ബാധിച്ചോ എന്ന് ചെറിയ സംശയമുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം നിയമസഭയിൽ പൊക്കം കുറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, 8.25 അട്ടി വെച്ച പോലെ. ഞാൻ ചോദിക്കട്ടെ, ഇനി ഏതെങ്കിലും പൊക്കം കുറഞ്ഞവരുടെ വോട്ട് ഈ സർക്കാരിന് കിട്ടുമോ, ഈ പാർട്ടിക്ക് കിട്ടുമോ? വേറൊരു MLA പറഞ്ഞു, ഞാൻ അതിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നില്ല, കാരണം സഹോദരിമാരുള്ളതുകൊണ്ട്. ചില പ്രത്യേക സ്ഥാനങ്ങളിൽ കൈ രണ്ടും നഷ്ടപ്പെട്ടവർക്ക് ചില പ്രത്യേക സ്ഥാനങ്ങളിൽ ഉറുമ്പ് കടിച്ചാൽ അനുഭവിക്കുന്ന പ്രയാസമൊന്നും ഇനി വികലാംഗരുടെ വോട്ടും ഈ സർക്കാരിന് കിട്ടില്ല. അപ്പോൾ ദൈവത്തിനെ തൊട്ടതുകൊണ്ട് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല. ഒന്നുകിൽ ED-നെ സ്വപ്നം കാണും, അല്ലെങ്കിൽ അമിത്ഷാനെ സ്വപ്നം കാണും, അല്ലെങ്കിൽ മോഡിയെ സ്വപ്നം കാണും. ഇതൊക്കെ ഈ കക്കുന്നതിൻ്റെ ദോഷമാണ്, കക്കുന്നതിന് കൂട്ടുന്നതിൻ്റെ ദോഷമാണ്. ഇവരാരും കട്ട മുതൽ അവരുടെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോയില്ല, ഒക്കെ പാർട്ടീനെ ഏൽപ്പിക്കുന്നുണ്ട്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ കോഴിയുടെ ചാറ് മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ, കഷ്ണം പാർട്ടി കൊണ്ടുപോയി. അപ്പോൾ ഇത് പാർട്ടി അറിഞ്ഞിട്ടുള്ള കക്കൽ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ സ്ഥാനത്ത് അസ്ഥാനത്ത് ഇവരെ ന്യായീകരിക്കാൻ നിൽക്കുന്നത്. പിന്നെ BJP-കാരൻ സമരം ചെയ്യാത്തതിൻ്റെ അർത്ഥം ഇന്ന് മനസ്സിലായി. ഇന്ന് ഞാൻ TV-യിൽ കണ്ടത്, കടകംപള്ളിയിലെ ഒരു CPM-ൻ്റെ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് അവരിന്ന് പറഞ്ഞത്, കടകംപള്ളി ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ BJP-നെ സഹായിക്കും, അസംബ്ലിയിൽ BJP അദ്ദേഹത്തിനെ സഹായിക്കും. അത് ഇന്ന് ഒരു പാർട്ടി അംഗം
മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി ഇന്ന് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയതാണ്. അതാണ് BJPയും മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ബന്ധം. ഇങ്ങനെ സംഭവം നടന്നതായിട്ട് തന്നെ ആരും അറിഞ്ഞിട്ടില്ല, BJPക്കാർ അറിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ദിവസം മഴയത്ത് വന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഇരുന്നൊന്ന് പോയി. അതല്ലാതെ ഒരു സമരം ശബരിമല വിഷയത്തിൽ നടത്താൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവരല്ലേ മറ്റേ ഹിന്ദുമതത്തിൻ്റെ ഹോൾസെയിൽ എടുത്തു എന്ന് പറഞ്ഞവർ. ഇനി അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മറ്റേതിലേക്ക് കടക്കുകയല്ല. ആറ്റുകാൽ പൊങ്കാലേനെ അധിക്ഷേപിച്ച വ്യക്തിനെയാണല്ലോ മേയറായിട്ട് BJP തിരുവനന്തപുരം നഗരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവരുടെ ഭക്തിയുടെ ആഴെത്രയുണ്ടെന്ന്. അതുകൊണ്ട് ഇത് രണ്ടും കള്ളന്മാരാണ്. കട്ടവരും കള്ളന്മാരാണ്, കടക്കുന്നതിന് കൂട്ടു നിൽക്കുന്നവരും കള്ളന്മാരാണ്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ശക്തമായി വിശ്വാസികളോടൊപ്പം നിൽക്കും. ഏത് മതത്തിൻ്റെ ആണെങ്കിലും പാർട്ടി വിശ്വാസികളോടൊപ്പം നിൽക്കും. അതാണ് പാർട്ടിയുടെ നയം. അതനുസരിച്ച് തന്നെയാണ് ശബരിമല വിഷയത്തിൽ ഈ രണ്ടാം ഘട്ട സമരത്തിന് പാർട്ടി ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇതിനെ വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന എല്ലാ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്.